അത് നീ വിവരമില്ലാത്തോട് പറയുന്നതാണ്. എടാ ഇതൊരു യുദ്ധമാണ്, വ്യാപാര യുദ്ധം. അത് നിരോധിക്കാൻ പറ്റില്ലല്ലോ. അതെങ്ങനെ നിരോധിക്കാൻ പറ്റുക? രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കരാറുണ്ട്, വ്യാപാര കരാറ്. അത് മനസ്സിലാക്കണ്ടേ? ആപ്പ് പോയാ പോട്ടാളിയാ, പുതിയ ആപ്പ് വരെ ഡൗൺലോഡ് ചെയ്യേ, എന്നിട്ട് ഫേമസ് ആവാം നമുക്ക്. നന്നായി. എടാ അവനോ തലയ്ക്ക് സുഖമില്ല, അവനോരത് കാണിക്കുന്നു വിചാരിച്ചിട്ട് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാ. കാലം മാറിയില്ല, ചെപ്പ എല്ലാവരും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരുത്തം വളർന്നു വരുന്നുണ്ടല്ലോ, 24 മണിക്കൂർ ആ ചെക്കൻ്റെ കയ്യിലും ഫോണാണ്. അതിന്റെ ഉപയോഗം കുറച്ച് നിർത്തിയാൽ നിങ്ങൾക്ക് നല്ലത്. വെറുതെ ഫോൺ പിടിച്ചോണ്ടിരിക്കുന്നല്ല, ബുദ്ധിപരമായ കളികളാണ്. അതിലൊരു കാർ റേസിംഗ് ഉണ്ട്. ഒറ്റ ദിവസം കൊണ്ട് അവന് എത്ര സ്റ്റേജാ പിന്നിടണെന്ന് അറിയാമോ? അച്ഛൻ ഒരു വർഷം ഇരുന്നാ പറ്റില്ലല്ലോ. ഈ സ്റ്റേജൊക്കെ ഇങ്ങനെ പിന്നിടുമ്പോ അതൊന്ന് പൈസ കിട്ടുമോ? അല്ല, പൈസയുടെ കാര്യം പറഞ്ഞപ്പോഴാ, നിങ്ങൾ 6 മാസം മുമ്പ് എന്റെ കയ്യിൽ 1 ലക്ഷം രൂപ വാങ്ങിച്ചോണ്ട് പോയില്ലേ? അല്ല, അടുത്ത ആഴ്ച തരാന്ന് പറഞ്ഞിട്ട് ആ പൈസ എന്താ ഇതുവരെ തരാതെ ഞാനത് അവിടെ നിന്നൊക്കെ തിരിമറി ചെയ്തിട്ട് തന്നതാണ്. അല്ല അത് കാശ് ഞാൻ റെഡിയാക്കി വെച്ചതാണ്. അപ്പോഴേക്കില്ല കൊറോണ വന്നത്, അതാണ് അപ്പൊ ടൈറ്റായി. അല്ല, അതിപ്പോ അയാൾ ചോദിച്ചോണ്ടിരിക്കണേ കൊടുക്കണതേ. പിന്നെ ഇപ്പൊ ഇന്ന് തരായിരുന്നു, ബാങ്ക് കുഴപ്പമില്ലേ? വേണ്ട, ഈ മൊബൈലിൽ നിന്നൊക്കെ ഇതിനൊക്കെയുള്ള സംവിധാനം എനിക്ക് അറിയാലോ. അല്ല, മോൾക്കുള്ളതൊക്കെ ഞാൻ തന്നു, ഇതിപ്പോ കടായിട്ട് വാങ്ങിച്ചല്ലേ, അത് തിരിച്ചു തരണ്ടേ? അല്ല, അത് കൊടുക്കണോ? പൈസ ഇടുമ്പോ 2 50 രൂപ എന്റെ അക്കൗണ്ടിൽ ഇട്ടോ. 50 രൂപ എന്റെ അക്കൗണ്ടിലോട്ട് കിട്ടുമെന്ന്. ഉണ്ടൊക്കെ കൊടുത്തോ, പക്ഷെ ഇതിലേക്ക് 1 രൂപ ഇടണം. നീ ആദ്യം ഇതിലേക്ക് 1 ലക്ഷം ഇട്ടോ. ആദ്യം 50 ഇട്ടിട്ട് വന്നിട്ടാ മതി. കൊടുക്കാനുള്ള സെന്റ് ആവില്ല. അതല്ല അച്ഛൻ, കാശൊന്നുമില്ല കയ്യിൽ. 1.5 ലക്ഷം ഉറുപ്പേ ഉള്ളൂ. ഇനിയിപ്പൊ അച്ഛന്റെ ആവശ്യമില്ലെന്ന് എഴുതിയിട്ട് അതിനകത്ത് തരാന്ന് മാത്രം. 1 കളിയാ, അപ്പൊ 50 ഇടാം. പിന്നെ ഞാൻ അതുപോലെ അല്ല, അങ്ങനെയാണെങ്കിൽ നാളെ ബാങ്കിൽ വന്ന് തുറന്നാൽ ഞാൻ ഇട്ട് ശരിയാക്കി തരാം. ഒന്നുകൂടെ നോക്ക്. ബാലൻസ് ഇല്ലാന്നാണ് കാണിക്കണേ. എന്ത്? ഇതില് ബാലൻസ് അത്ര ഇല്ലെന്ന്. എത്ര ഉണ്ട്? നോക്കട്ടെ. അക്കൗണ്ടിൽ പൈസ ഇല്ലേ? 250 രൂപയുള്ളു. എന്ത്? 4 ലക്ഷം ഉറുപ്പിക. അപ്പൊ ബാക്കി പൈസ എവിടെ? സത്യം പറയണേ, നീ പൈസ ആക്കാൻ കൊടുത്ത്? നീ എടുക്കാണ്ട് പറഞ്ഞു പോ. 4 ലക്ഷം ഉറുപ്പിക നീ ആർക്ക് കൊടുത്തു? അല്ല അത്ര പൈസ ബാങ്കിൽ പോയി ചോദിച്ചാൽ അറിയില്ലേ? ബാങ്കിൽ നാളെ കൂടെ തന്നോടല്ലേ പറഞ്ഞു എനിക്ക് മാനേജറെ കാണുന്നേ. ഇതെന്താ പറഞ്ഞ മനസ്സിലാക്കാതെ? ഹലോ ശശി, ആരാവത് ഭയങ്കര ബഹളമായിട്ട്? അവർ എന്റെ ക്യാബിലേക്ക് വിട്, ഇങ്ങോട്ട് വിട്. ഞാൻ പറഞ്ഞു എന്താ ഭയങ്കര ബഹളം? എന്താ പ്രശ്നം? എന്താ ഇരിക്കി? എന്താ പ്രശ്നം? ഞങ്ങളുടെ 4 ലക്ഷം ഉറുപ്പിക കാണാനില്ല, അതിനാ പ്രശ്നം. 4 ലക്ഷം രൂപ എവിടെ പോയി? ഇവിടുത്തെ അക്കൗണ്ടിലോ? ഇതിപ്പോ കാണുന്നില്ല. അവരുടെ എന്താ നിങ്ങളുടെ പേര്? മണ്ടോദരി. അക്കൗണ്ട് നമ്പർ 133 60 28 7. മണ്ടോദരി സുഗതനുണ്ണി ജോയിന്റ് അക്കൗണ്ടാ? ഇതിനാകുമ്പോൾ ഇത്രയും വർത്താണ്ടാക്കി 250 രൂപ കാണാനോ? 250 രൂപ അതിനകത്ത് ബാലൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് 4 ലക്ഷം ഉറുപ്പ ഉണ്ടായിരുന്നു. അപ്പൊ 250 രൂപ ആയിരുന്നു. എവിടെ പോയത്? അതറിയാനായിട്ട് ഇപ്പൊ കൊണ്ടുവന്നത്. നിങ്ങൾ ഈ ഓൺലൈൻ ഇടപാടുകളൊക്കെ നടത്താൻ തുടങ്ങി എത്ര കാലമായി? 1 വർഷമൊക്കെ ആയിട്ടുണ്ടോ? 1 വർഷമായി. ആണോ? എന്താറിയോ, ഇവിടെ ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയിനുള്ളിൽ 4 ട്രാൻസാക്ഷൻ നടന്നിരിക്കണം. 4 തവണ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിരിക്കണം. 4 പ്രാവശ്യം? അത്
സുമേഷ് രാഘവ് പാട്ടിയ. ഗുജറാത്തിലുള്ള ആൾക്കാണ് പോയത്. അതാരാണ് ഞമ്മളോട് ചോദിക്കുന്നത്? ഞാൻ അയച്ചതല്ലേ? എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ആർക്കും അയച്ചിട്ടില്ല. നിങ്ങൾ അയക്കാണ്ട് പിന്നെ എങ്ങനെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോവുക? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അക്കൗണ്ട് ഇവിടെ വന്നിട്ടല്ല നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തിയ, ഓൺലൈനാണ്. അതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇത് ബാങ്കിന്റെ കള്ളത്തിലാണ്. ഞങ്ങളുടെ ബാങ്കിൽ നിങ്ങളിങ്ങനെ ചൂടായിട്ട് കാര്യമില്ല. ഈ ക്രോധം ഒന്നിനും ഒരു പരിഹാരമില്ല. നമ്മുടെ മസ്തിഷ്കത്തിനുള്ളിൽ ചില പ്രത്യേക തരം അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവര് ചെയ്തതല്ലോ. അതാണ് അത് അയാൾ പറഞ്ഞു മനസ്സിലാക്കി. നിങ്ങള് ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ പറ്റും. നോക്കാം, സമാധാനപരമായിട്ട് സംസാരിക്കുന്നത്. ഇത് ബാങ്കല്ലേ, ചന്തയല്ലല്ലോ. കാശ് പോയവർക്ക് അതിന്റെ വിഷമം അറിയുള്ളൂ. അങ്ങനെ ഉണ്ടെന്നല്ലേ? ഓരോ അക്കൗണ്ട് ഇപ്പൊ നിലവിലില്ല. നീ സത്യം പറ, എന്താ കാശ് കാണിച്ചേ? അച്ഛൻ, ഞാൻ അയച്ചിട്ടില്ല ആർക്കും. നിങ്ങൾ ഈ ബാങ്ക് വഴിയായിട്ട് ട്രാൻസാക്ഷൻ നടത്തിയെങ്കിൽ അതിന്റെ രേഖ ഇവിടെ ഉണ്ടാവും. ഇത് ഓൺലൈൻ നടത്തുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തത്തില്ല. അതിന് നമുക്കൊന്നും പറയും. ഇവിടെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയാൽ ഇവിടെ കാണിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ഈ പൈസയുടെ കാര്യത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലാത്ത സ്ഥിതിക്ക് ഞങ്ങളുടെ കാര്യമില്ല സാറേ. ഞങ്ങൾ നേരെ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കും. കംപ്ലൈന്റ് കൊടുക്കും. അതാണ് ഇപ്പൊ പൈസ എങ്ങനെ പോയി നമുക്ക് കണ്ടുപിടിക്കണല്ലോ. ആരാണ് ഇതിന്റെ ബില്ലെന്ന് അറിയണല്ലോ. അതറിയണോ? നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്നൊരു കാര്യം നമുക്ക് സ്റ്റേഷൻ വരെ പോവാം അല്ലേ? നിങ്ങൾക്ക് ബാങ്കുകാർക്ക് ഇത് പറ്റിയില്ലെങ്കിൽ ഇത് തെളിയിക്കാൻ പറ്റുമെന്ന് നോക്കണല്ലോ. അല്ലെ, ആയിക്കോട്ടെ. ശരി ശരി. നിങ്ങൾ ഈ ക്രോധം ഉണ്ടല്ലോ, പിന്നെ ഞാൻ എങ്ങനെയാ പെണ്ണുങ്ങളെ കയറാൻ സാധിക്കുന്നത്? വെളിച്ചപ്പാടൊക്കെ വർത്താനം പറയുമ്പോഴേ വർത്താനം പറയും. പൈസ പോലെ എൻ്റെ വെക്കിട്ടൊന്നും കയറില്ല. എന്തെങ്കിലും രഹസ്യ ബന്ധമൊക്കെ ഉണ്ടാവുക പെണ്ണുങ്ങൾക്ക്, ഒന്നും പറയില്ല. വരൂ ഇരിക്കുക. ഞങ്ങളുടെ കേസൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ആളെ നമുക്ക് കൊടുത്താൽ കിട്ടി. മൂപ്പരൊരു ഗുജറാത്തുകാരനാണ്. എന്താ മൂപ്പരുടെ പേര് ഇവിടെ ഉണ്ടായത്? ഒരു സുമേഷ് രാഘവ് ഭാട്ടിയ. കിട്ടിയപ്പോ ആള് മയ്യത്തായിട്ട് 4 വർഷത്തോളായി. 4 വർഷമായി ആൾ മരിച്ചിട്ട്. അല്ല, അങ്ങനെ വരാൻ സാധ്യതയില്ല സാറേ. അല്ല, സാധ്യതയില്ലാന്ന് പറഞ്ഞാൽ ആള് മരിച്ച്. അല്ല, അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ട് 1.5 മാസം വരെ കഷ്ടി 2 മാസമായേ ഉള്ളൂ. അതിപ്പോ ഏതെങ്കിലും ഫ്രോഡുകൾക്ക് ആ നമ്പർ എടുത്ത് ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. അല്ല, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും സാർ. അങ്ങനെ എന്തൊക്കെ കളി നടക്കണേ നമ്മുടെ നാട്ടില്? നിങ്ങൾക്കൊന്നും അറിയില്ല, ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കണേ? അല്ല സാർ, എന്നാലും ആ അക്കൗണ്ടിലേക്ക് ഇത് എങ്ങനെ കാശ് പോയതെന്നാണ്. ഞാൻ പറയാം, നിങ്ങളെ ഈ ഫോണിൽ ആരെങ്കിലും ഗെയിം കളിക്കാറുണ്ടോ? അതേ ഉള്ളൂ. ഇവരും കളിക്കും, ഇവളും കളിക്കും. ഇവരുടെ ഒരു മോനുണ്ട്, അവനും കളിക്കും. എന്ത് ഗെയിം കളിക്കാറ്? മോന് ഈ കാറ് റേസിംഗ്, പിന്നെ ഈ വെടി വെച്ച് കളിക്കണ ബജി മറ്റേ കോയിനൊക്കെ കിട്ടണം, അങ്ങനെ എന്തൊക്കെ ഉണ്ട് ഈ ജാതി ഒരുപാട്. അതെ, ഇങ്ങനെ പല ജാതി ഗെയിമുകളുടെ പല ജാതി ആപ്പുകൾ ഇറങ്ങുന്നുണ്ട്. നമ്മളിത് ആരാണ്, എന്താണ്, എവിടുന്നാന്ന് അറിയാത്തതൊക്കെ അങ്ങ് ഡൗൺലോഡ് ചെയ്തിരിക്കും പറ്റും. അപ്പൊ ഇതിന്റെ പലതും ഭയങ്കര ഫേക്കാണ്. ഇതൊന്നും നമ്മൾ നോക്കൂലല്ലോ. ഇതിപ്പോ നിങ്ങളിപ്പോ ഈ അക്കൗണ്ട് നമ്പർ ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ ആരുടെയാണ്? നിങ്ങളുടെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. ആ നമ്പറുള്ള ഫോണിൽ ആരെയാണ് നിങ്ങൾ കളിക്കാറ്? മോനെ കളിക്കാറ് അല്ലേ? എന്നാ മൂപ്പര് ചെയ്തിട്ടുള്ള പണി എന്താ വെച്ചാലേ, ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുവേ. അപ്പൊ നോട്ടിഫിക്കേഷൻസ് ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവര് അമർത്തി ചോദിക്കുന്ന OTP നമ്പറാ. അതൊക്കെ മൂപ്പര് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അടിച്ചു കൊടുത്താലുള്ള പ്രശ്നം എന്താ വെച്ചാല്, നമ്മുടെ അക്കൗണ്ട് നമ്പറും ഇതൊക്കെ അവർക്ക് കൃത്യമായിട്ട് അതിലേക്ക് കയറാൻ പറ്റും. നമ്മുടെ ഫുൾ ഡീറ്റെയിൽ അവർക്ക് വേണമെങ്കിൽ ഫോണിൽ എടുക്കാം. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ഒരു ഫോട്ടോ, നമ്മുടെ പേഴ്സണലായിട്ടൊരു ഫോട്ടോ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വരെ അവർക്ക് അത് കയറി എടുക്കാം. സാറേ, ഈ നഷ്ടപ്പെട്ട പൈസ നമുക്ക് തിരിച്ചു കിട്ടാൻ ഒരു മാർഗമില്ല. ഇതിന്റെയൊക്കെ പുറകില് അന്യരാജ്യത്തുള്ള വമ്പൻ ഫ്രോഡുകളാണ് വർക്ക് ചെയ്യണത്. നമ്മളൊന്നും ഉദ്ദേശിക്കണവരല്ല. ഒരു രക്ഷയില്ല അവരെ ഒന്ന് കണ്ടെത്താൻ.
എന്റെ സാറേ രാജ്യസുരക്ഷയെ മുൻനിർത്തിയിട്ട് ചില ആപ്പുകൾ ഇവിടെ നിരോധിച്ചല്ലോ. അത് നിരോധിച്ച സമയത്ത് അവർക്കൊക്കെ വലിയ പ്രശ്നമായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ 4 ലക്ഷം പോയില്ലേ? ഇനിയെങ്കിലും ഈ കണ്ണി കണ്ട ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോ ഒന്ന് ആലോചിക്കുക, വ്യക്തമായിട്ട് പരിശോധിക്കുക. എന്തായാലും ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് പറ്റില്ല. അതുകൊണ്ട് അവനവൻ സൂക്ഷിക്കുക. അവനവൻ സൂക്ഷിച്ച അവനവന്. മറിമായത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.